മലയാളത്തിലെ മാധ്യമങ്ങൾ, അത് പത്രങ്ങളാണെങ്കിലും ശരി, ടി വി ചാനലുകളാണെങ്കിലും ശരി, ഏറ്റവും ആദ്യം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കണം. കാരണം ഇവരൊക്കെ പഴച്ചുവിടുന്ന വാർത്തകളൊക്കെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാൻ ഈ ഉദാഹരണമെങ്കിലും സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ, അതായത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ഇത്രയും മണിക്കൂറുകളിൽ, ഈ 1-2 ദിവസങ്ങളിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പല്ലവി എന്താണ്? പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പിണറായി വിരുദ്ധ മാധ്യമങ്ങളൊക്കെ കൂടി, പിണറായി വിരുദ്ധതയൊക്കെ നിങ്ങൾക്കാകാം, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ സത്യം പറയണം, അല്ലാതെ വെറുതെ പുള്ളിനെ കുറിച്ച് നുണ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിണറായി വിരുദ്ധ മാധ്യമങ്ങളൊക്കെ കൂടി പടച്ചുവിട്ട വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങളെല്ലാം കൂടി എന്തോ തീരുമാനിച്ചങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രചരിപ്പിച്ചത്. എന്ത് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു? അതായത് പിണറായിയെ മാറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു, ഒരു UDF അനുകൂല ട്രെൻഡ് ഉണ്ട് എന്ന് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് 12 മണി 1 മണി മുതൽ നിങ്ങളുടെ അജണ്ടകൾ പ്രകാരം ഒരു വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത കൊടുക്കുന്നതിൻ്റെ കാരണം, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഏതാണ്ട് 40% 50% വോട്ടുകൾ പോൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത വിട്ടത്. അതിനുശേഷം രാത്രി ആയപ്പോഴേക്കും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി, തീവ്രത കൂടി, രാത്രി ചർച്ചകളായി, ബഹളമായി, വലിയ തരംഗമാണ് എന്നൊക്കെ ഇവരൊന്ന് പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താ? നിങ്ങൾ അറിയേണ്ടത്, ഒരു വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ 10 പേര് വോട്ട് ചെയ്യാൻ, 100 പേര് വോട്ട് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. ആ 100 പേര് വോട്ട് ചെയ്യാനുള്ളപ്പോൾ അതിൽ 70 പേര് കഴിഞ്ഞ തവണ വന്ന് വോട്ട് ചെയ്തു. ആ 70 പേര് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തെങ്കിൽ അത് 70%, നമുക്ക് തർക്കമൊന്നുമില്ല, 70%. അപ്പോൾ ഇത്തവണ അത് 100 എന്നുള്ളതിന് പകരം ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു 10 പേരെടുത്ത് ഒഴിവാക്കി 90 പേരാക്കി വിചാരിക്കും. ഈ 90 പേരാക്കിയെങ്കിൽ പഴയ പോലെ തന്നെ 70 പേര് വന്ന് വോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് കൂടും. പോളിംഗ് പെർസെൻറ്റേജ് 77% മുകളിലേക്ക് എത്തും. അപ്പോൾ തന്നെ നമ്മളിവിടെ കുടയും കുരിശുമൊക്കെ എടുത്തിട്ട് കാവടിയൊക്കെ എടുത്ത് തുള്ളുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. എന്തെന്ന് പറഞ്ഞിട്ട്, ഇത് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നു, കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു. തലക്ക് വല്ല വെളിവുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ കുറച്ച് കണക്കെങ്കിലും പഠിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ എന്താ സംഭവിച്ചേക്കണത്? കേരളത്തിൽ 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോഴുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് 2,77,49,000 വോട്ടുകളാണ്. 77 ലക്ഷം വോട്ടാണ് നമുക്ക് എടുക്കാം. ആ വോട്ടിൽ നിന്ന്, ആ വോട്ട് അവിടെ നിൽക്കട്ടെ, 2,77,50,000 വോട്ടുകളാണ്, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, അതായത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് എത്രയായിരുന്നു? ടോട്ടൽ ഇലക്ട്രേറ്റസ് ആയിരുന്നു 2,86,62,000 എന്ന് പറഞ്ഞ് 2,86,62,000. അപ്പോൾ ഈ 2 ലിസ്റ്റിൽ നിന്നും കുറവ് ആളുകൾ മാത്രമേ ഇത്തവണ ടോട്ടൽ ഇലക്ട്രേറ്റായി, അതായത് വോട്ട് ചെയ്യാൻ വരുന്നവർ ടോട്ടൽ പട്ടികയിലുണ്ടായുള്ളൂ. ടോട്ടൽ പട്ടികയിലുണ്ടായത് 2,71,42,952 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 7 ലക്ഷവും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിന്ന് 15,20,000 ആളുകളും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമല്ലേ? അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുള്ള, അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്ത അത്രയും ആളുകൾ തന്നെ വന്ന് വോട്ട് ചെയ്താൽ പോലും ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 77-78% എത്തും എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുമില്ലായിരുന്നു എന്നാണ് എനിക്ക് മാധ്യമപ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ കണക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും കിടന്ന് ചാടില്ലായിരുന്നല്ലോ. നിങ്ങളപ്പോൾ ഓക്കെ, ഇനി 2% അല്ലെങ്കിൽ 3% കൂടി, ആ കൂടുതൽ നാച്ചുറലാണ്, കാരണം SIRന് ശേഷമുള്ള വോട്ടർ പട്ടികയാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ആരും ഈ 10-300 പേര് വർക്ക് ചെയ്ത ചാനലുകളിലില്ലേ എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും എഡിറ്റേഴ്സിനോടും ഒക്കെ ചോദിക്കാനുള്ളത്. അതല്ലാതെ എഡിറ്റേഴ്സ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വന്നിരുന്നു, എല്ലാ ചാനലുകളും വന്നിരുന്നു, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബഹളമാണ്, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഹെഡിങ് ആയിട്ടാണ് ജനം ഇറങ്ങി എന്നുള്ളത്. ആര്? പിണറായിയെ പറഞ്ഞുവിടാനായിട്ട്. എന്തൊക്കെ അബദ്ധമാണ്, എന്തൊക്കെ കാവടിയെടുത്ത് തുള്ളലാണ്. ഇതൊന്ന് നിങ്ങൾ മണ്ടത്തരം കൊണ്ട് ചെയ്താണെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം. അത് സംഭവിക്കാൻ സാധ്യതയില്ല. ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഒരു അജണ്ടയും കൂടിയുണ്ട്. 2-3 ദിവസമെങ്കിൽ 2-3 ദിവസം ഇതൊന്ന് പൊലിപ്പിച്ചെടുത്താന്നാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാണ്. ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരൊക്കെ കൂടി ജീവിച്ചിരിക്കുന്നുണ്ട്. പോഴത്തരം പറഞ്ഞ് അധിക നാളും പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചേക്കുന്നത്? സത്യത്തിൽ ഇത്തവണ 80% പോളിംഗ് വന്നാൽ പോലും നിങ്ങൾ അറിയേണ്ടത് 2,17,14,361 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ 80% പോളിങ്ങിന്.
ഇപ്പോൾ 80% ഇല്ല, കാരണം ഫൈനൽ കണക്ക് ഇപ്പോഴും വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കണക്കുകളിലേക്ക് കിടക്കാത്തത്. 2,17,00,000 ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നലില്ല. അപ്പോൾ 2,17,14,361 പേര് വോട്ട് ചെയ്താൽ 2,17,14,361 പേര് വോട്ട് ചെയ്താൽ അതൊരു സാധാരണ വോട്ടാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. 2021 നിയമസഭയിൽ വോട്ട് ചെയ്തത് 2,08,33,000 പേരാണ്. 2,08,33,000 പേരാണ്. കഴിഞ്ഞ ലോക്സഭയിൽ വോട്ട് ചെയ്തത് കുറവാണ്, 2 കോടിയോളം ആളുകളാണ്. കൃത്യമായി പറഞ്ഞാൽ 1,99,80,000 ആളുകളാണ്. പോട്ടെ, 2025 ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്തത് 2,12,00,000 ആളുകളാണ്. അപ്പോൾ ലോക്സഭയും ഈ പറയുന്ന പോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും തമ്മിൽ തന്നെ 12 ലക്ഷത്തോളം വോട്ടിൻ്റെ വർധനമുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണണം, 12 ലക്ഷത്തിലേക്ക് വോട്ടിൻ്റെ വർധനമുണ്ട്. പക്ഷേ ഇവിടെ 2025 ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷവും കൂടാം. അപ്പോൾ 2,12,39,000 2,17,00,000 ആയാൽ പോലും നിങ്ങൾ അറിയേണ്ടത് ഒരു 5 ലക്ഷത്തിൽ താഴെ ആളുകളുടെ വോട്ടിന് മാത്രമേ കൂടുന്നുള്ളൂ. അത്രയും കൂടിയിട്ടുണ്ടെന്നുള്ളത് ഫൈനൽ കണക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷേ ആ കണക്ക് ഭയങ്കര വൈകിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കുകളൊക്കെ കൂട്ടാൻ ഇപ്പോൾ അവർക്കും അറിയാൻ പാടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് തന്നെ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇപ്പോൾ പക്ഷേ വന്നേക്കണ കണക്കിലേക്ക് ഏതാണ്ട് ഒരു 3,36,000 പേരുടെ വോട്ട് കൂടി ഇനി ചേർക്കാനുണ്ട്. അത് ചേർക്കാതെ ഞാൻ നിരന്തരമായി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആ കണക്കുകൾ എടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ 80% പോളിംഗ് വന്നാലേ പഴയ അത്രയും ആളുകളെങ്കിലും വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നൊരു കണക്കെടുത്ത് നിങ്ങൾക്ക് ജനത്തിനോട് പറയാൻ പാടില്ലെന്ന്. അപ്പോൾ അതല്ല, നിങ്ങൾ എന്ത് ചെയ്തു, കാവടി എടുത്ത് അങ്ങോട്ട് തുള്ളുകയാണ്. ജനം തീരുമാനിച്ചു ഇനി UDF വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. ഇപ്പം നിങ്ങൾ എന്ത് പറയും ശരിക്കും പറഞ്ഞാൽ? പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നാണമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് എന്ത് ചെയ്യാം, രാവിലെ വന്ന് മുഖത്ത് മുട്ടിയിട്ടിട്ട് എന്ത് ചെയ്യാം, വായി തോന്നണ എന്തെങ്കിലും അബദ്ധമൊക്കെ വിളിച്ചു പറയാം. മനസ്സിലായോ? ഇല്ലേ, ബിഗ് ടി-വിയിൽ സുജയ പാർവതിയും ജോഷി കുര്യനും ഒക്കെ, എനിക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ആളുകളാണ് ജോഷി കുര്യനൊക്കെ വന്നിരുന്നിട്ട് ബാബു ദിവാകരൻ എന്നാണ് പഴയ RSP മന്ത്രി വന്ന് മത്സരിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ഈ പറയണത്? അത് അവിടുത്തെ ഏതോ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സാധാരണ നേതാവാണ് ഈ പറയുന്ന പോലെ 2020 വിളിച്ച് നിർത്തിയിട്ടുള്ളത്. വായിട്ടടിക്കുകയാണ് ഇവർ. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള പോളിംഗ് പെർസെൻറ്റേജ് നിങ്ങൾ പറഞ്ഞത് കള്ളമായിരുന്നു, കപടതയായിരുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോൾ എന്താ? ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ വോട്ടുകൾ കൂടിയിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. അതുപോലെ CPM-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പലതും, ഞാനിപ്പോൾ ലിസ്റ്റിലേക്കൊന്നും കിടക്കുന്നില്ല, അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. ഇനി ചില സ്ഥലങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജ് ഗണ്യമായി കൂടിയിട്ടുണ്ട്, പക്ഷേ വോട്ട് കൂടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഞാനിപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ എന്നറിയപ്പെടുന്ന മണ്ഡലം നമുക്കറിയാം, നമ്മുടെ CP ജോണും അതുപോലെ സുധീർ കരമനയും ഈ പറയുന്ന പോലെ കരമന ജയനും ഒക്കെ മത്സരിക്കുന്നൊരു മണ്ഡലം. അവിടെ എന്താണ്, അവിടെ കഴിഞ്ഞവണ ഏതാണ്ട് 62-63% പോളിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ആ പോളിംഗ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വോട്ട് ചെയ്തവരുടെ നമ്പർ എത്രയാണോ അതിനേക്കാൾ 10,000 കുറവാണ് ഇത്തവണ വോട്ട് ചെയ്തേക്കണം. ഞാൻ തെറ്റി പറഞ്ഞല്ല കേട്ടോ, 10,000 കുറവാണ് ഇത്തവണ വോട്ട് ചെയ്തേക്കണം. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജ് ഏതാണ്ട് 10% ഉയർന്നിട്ടുണ്ട്, 72-73% എങ്ങനെ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയോ? നിങ്ങൾ അറിയേണ്ടത്, കഴിഞ്ഞ തവണ അവിടെ 2,03,000 വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അവിടെ ഏതാണ്ട് 1,55,000 വോട്ടുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 10,45,000 വോട്ടുകളുടെ കുറവുണ്ട്. ആ കുറവുള്ളപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിനേക്കാൾ ശ്രദ്ധിച്ചേക്കണം, 10,000 വോട്ടുകൾ കുറവാണെങ്കിൽ പോലും അവിടെ പോളിംഗ് പെർസെൻറ്റേജ് 10% ഉയരും. അപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് എന്നങ്ങോട്ട് കേട്ടപ്പോൾ തന്നെ കാവടിയെടുത്ത് തുള്ളിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് എൻ്റെ സ്നേഹിതന്മാരടക്കമുള്ള എല്ലാ ജേർണലിസ്റ്റുകൾക്കും ആ ജേർണലിസ്റ്റുകളുടെ ഹെഡായിട്ടിരിക്കുന്ന എഡിറ്റേഴ്സിനുമൊക്കെ നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. തെറ്റുകൾ തിരുത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നാളെ നിങ്ങൾ എന്തെങ്കിലും വളഞ്ഞ നാക്കുള്ളത് കൊണ്ടിട്ട് തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ തരികിടയായിട്ട് നിങ്ങൾ വരും. ഇത് യഥാർത്ഥത്തിൽ ഒന്ന് ഇവർ മണ്ടത്തരം കാണിച്ചതാണ്, രണ്ടാമത്തേത് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ബോധപൂർവമായി UDF-ന് വേണ്ടി ഒരു അനുകൂല തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകളിൽ കുറച്ച് ബാക്കിയുണ്ട്, ഇനി അത് കിട്ടുമെന്നറിയാൻ. പക്ഷേ അതുപോലും അല്ല ഇതിൻ്റെ യഥാർത്ഥ കാരണം. ഈ ഗ്യാപ്പിൽ എന്താണ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പണം പിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കൂടി ഈ മാധ്യമങ്ങൾ കൂട്ടുനിന്നോ, അത് പിണറായി വിരുദ്ധത കൊണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് പേർക്കെങ്കിലും ഒരു മനോസുഖം കിട്ടും. കാരണം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം പറഞ്ഞാൽ എന്തോ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് പിണറായി അധികാരത്തിൽ വരില്ല എന്ന് പറയുമ്പോൾ ഒരു മനസുഖത്തിന് വേണ്ടിയും ഇത് പറഞ്ഞിട്ടുള്ളവരുടെ നമ്പർ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മുടെ 50 മണിക്കൂറുകളിലധികമായി കേരള ജനതയെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്.